ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിഷുക്ക് ആവാറായില്ലേ, അതുകൊണ്ട് നമുക്ക് ഇന്ന് അട ഉണ്ടാക്കാല്ലേ. ഈ അട ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞു. ഇപ്പോഴാണ് ഇന്ന് അത് ഇടാൻ കൂടിയത്. ഇത് ഞങ്ങൾ ശിവരാത്രിക്ക് അവിടുത്തെ അമ്പലത്തിൽ കണ്ടിട്ട് പൊട്ടിച്ചു കൊണ്ടുവന്ന പ്ലാസിൻ്റെ ഇല എടുത്ത് കിട്ടണോടത്തൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ അച്ഛനൊന്ന് കയറാൻ നോക്കി, അച്ഛന് പറ്റിയില്ല. പിന്നെ ചെറിയച്ഛൻ കയറി അർദ്ധരിയായി. ഈ പ്ലാസ്റ്റിൻ്റെ ഇലയിൽ അതുണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കുള്ള കൃമിശല്യമൊക്കെ പോകുമെന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചാന്നാണ് ചെറിയച്ഛൻ. പാതിരമണ്ണ ശിവനമ്പലത്തേക്കാണ് ഞങ്ങൾ പോയത്. ആ അമ്പലം പുഴേൻ്റെ അടുത്താണ്. നല്ലൊരു വൈബാണ്. ഫോട്ടോ എടുക്കാനും നല്ല ഒരുപാട് പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ. ചൂടായതുകൊണ്ട് ഈ കണിക്കൊന്നകളൊക്കെ പൂത്തൂലേ. വിഷു ആകുമ്പോഴേക്ക് കണി വയ്ക്കാൻ കണിക്കൊന്ന അപ്പയ്ക്ക് കഴിയുന്ന അവസ്ഥയാണ്. ഈ പ്ലാസ്റ്റിൻ്റെ ഇലയുടെ പൂവ് കണ്ടിട്ടുണ്ടോ നമ്മൾ? നല്ല ചന്ദനം കാണാൻ, ചുവപ്പ് പൂവൊക്കെ. ആ പ്ലാസ്റ്റിൻ്റെ ഇല ഉണ്ടാക്കി അടക്കിയത് നല്ലൊരു മണമാണ്. വേറൊരു തരം പ്രത്യേക മണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളിപ്പോൾ പ്ലാസ്റ്റിൻ്റെ ഇലയിൽ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ വീട്ടിൽ അധികം ഇങ്ങനത്തെ അട ഉണ്ടാക്കിയ വിഷുവിൻ്റെയൊക്കെ ആ ടൈമിലാണ്. അപ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഈ സ്റ്റീലിൻ്റെ സ്കെയിൽ ഉണ്ടാവില്ലേ, അതുകൊണ്ട് ഇങ്ങനെ കേക്ക് മുറിക്കുന്ന പോലെ ഇങ്ങനെ നുറുക്കി തിന്നാറുന്നത്. ഈ അടയും ചക്കപ്പൊക്കെ അല്ലേ, അത് രണ്ടെണ്ണം. ഞങ്ങളധികം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചീകിയിട്ടാണ് ശർക്കര ഇടൽ. തേങ്ങ ഇട്ടിട്ട് പിന്നെ ഈ ശർക്കര ഇങ്ങനെ ചീകിയിടും. നിങ്ങളെങ്ങനെയാണ് ഇടാറ്? ഞങ്ങൾ ശർക്കര പാനി ഉണ്ടാക്കിയിട്ട് അതിൽ തേങ്ങ ഇട്ട് വേവിച്ചിട്ട് അങ്ങനെ ഇടാറുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും കൂടുതൽ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ്. തേങ്ങ നിമിഷമാണ് ഇങ്ങനെ വിതറിയിട്ടത്. ശർക്കര ഞാൻ മടക്കി വയ്ക്കാൻ അതിന് മുമ്പ് കൂടുന്നു. ആ ചെമ്പാട് തുറന്നപ്പോഴേ നല്ലൊരു മണമായിരുന്നു. അടുക്കള മൊത്തം പ്ലാസ്റ്റിൻ്റെ ഇലേൻ്റെയും ആ ശർക്കരേൻ്റെയും അരിമാവ് വെന്തതിൻ്റെ ഒക്കെ പാടെ കൂടിയിട്ടൊരു മണം. എന്തൊരു മണമായിരുന്നു അറിയില്ല. ആ മണമൊക്കെ പാടെ കൊണ്ട് മൂടിക്കൊക്കെ അടിച്ച് കയറിയിട്ടേ വായിൽ കപ്പൽ ഓടിക്കാനുള്ള വന്നുണ്ടായിരുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ഷെയറും ലൈക്കും ചെയ്യണേ.